ഈ 2024 ഏറ്റവും ചൂട് കൂടാൻ ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ എല്ലിനോയാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചൊരു കാര്യം അതാണ് ഈസ്റ്റ് വേർഡ് പുഷിൻ്റെ അപകടങ്ങൾ. അതെ. കാരണം ഈസ്റ്റ് വേർഡ് പുഷ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗാഡ്സിലേക്കുള്ള പുഷ് വരികയാണ്. ഈ മഹാരാഷ്ട്രയിലെങ്ങും പോകണ്ട, 2015-16 എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വരൾച്ചാ കാലഘട്ടമായിരുന്നു. ബാക്ക് ടു ബാക്ക് ഡ്രൗട്ട്സ് ആയിരുന്നു. അപ്പോൾ 2026-27 ഒരു സൂപ്പർ എല്ലിനോ ആണ് പ്രവചിക്കപ്പെടുന്നത്. അപ്പം ആ സമയത്താണ് നമ്മുടെ മൺസൂൺ വരുന്നത്. ഇപ്പം മെയ് കഴിഞ്ഞ് ജൂണിലാണിത് വരാനുള്ള സാഹചര്യം പറയുന്നത്. അപ്പോൾ അപ്പോഴത്തേനും നമ്മുടെ മൺസൂൺ മഴ വരും. ആ മഴയായിരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത്. നേരത്തെ ഈസ്റ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ പോലെ സിറ്റി ഇപ്പൊ കണ്ടില്ലേ, കളമശ്ശേരി അതെ ടോള് മുങ്ങുന്ന കണ്ടില്ല. അതെ, ഒരു മഴ 2018 പ്രളയത്തിൽ പോലും ടോളിൽ വെള്ളം അതെ. കാലാവസ്ഥാ ദുരന്തങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് അത് ഈ വരൾച്ചയുടെ ഗണത്തിലായാലും ഈ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലായാലും അതിതീവ്ര മഴയുടെ രൂപത്തിലായാലും ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ആഫ്രിക്കൻ കൺട്രീസിലും ഏഷ്യൻ റീജിയനിലാണ്, ഇൻക്ലൂഡിങ് ബംഗ്ലാദേശ്. ഇപ്പം എത്യോപ്യ, ഇവിടെയൊക്കെ 3 ലക്ഷത്തിന് മേളിൽ ആൾക്കാരാണ് ഒരു വരൾച്ചയിൽ മരിച്ചത്. ഈ ബംഗ്ലാദേശിലൊക്കെ 1.5 ലക്ഷത്തിന് മേളിൽ ആൾക്കാരാണ് ഈ കഴിഞ്ഞ 2-3 സൈക്ലോണുകളിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ ജീവനാശവും സ്വത്തുനാശവും സംഭവിക്കുന്നത് മൊത്തവും ഈ പറഞ്ഞ പോലെ ഇതിനൂടെ പൊരുത്തപ്പെടാൻ ശേഷിയില്ലാത്ത മാർജിനലൈസ്ഡ് ആയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കും, മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവങ്ങളുള്ള, ഏറ്റവും കൂടുതൽ ആ പ്രകൃതി വിഭവങ്ങളെ കൊള്ളയടിച്ച ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്ന് പറയുന്ന ഈ സൗത്തിലെ ആളുകൾ, ഈ അവരുടെ എല്ലാ സമ്പത്തും എടുത്തുകൊണ്ട് പോയി ജീവിതം മുഴുവൻ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അർമാദിച്ച് ജീവിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫലങ്ങൾ മുഴുവനും ഈ പാവപ്പെട്ട മനുഷ്യരെ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു വിവേചനത്തിൻ്റെ രാഷ്ട്രീയം കൂടി ഈ ഒരു പശ്ചാത്തലത്തിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ അത്. അതെ അല്ലേ? അതെ. റെസ്പോൺസിബിളായ രാഷ്ട്രീയം, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയം പോലും ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ചില ഗ്രീൻ പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികളൊക്കെ പുതിയതായി ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയം, എനിക്ക് തോന്നുന്നത് അവിടെയും പതുക്കെ വരാതെ മാർഗമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? അങ്ങനത്തെ ചേഞ്ചസും അല്ല, അതിൽ വ്യത്യാസമുണ്ട്. ഈവൻ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ 2015 ഒബാമയ്ക്ക് ശേഷം ഈ ട്രംപ് വരുന്ന കാലഘട്ടത്തിലാണ് പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന് തന്നെ പിന്മാറി. പാരീസ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആഗോളതാപനത്തെ 1.5 ഡിഗ്രി പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു എഗ്രിമെൻ്റാണ്. ക്യോട്ടോ പ്രോട്ടോക്കോളൊക്കെ അതിന് മുമ്പ് കൊണ്ടുവന്നതാണ്, 2005 കൊണ്ടുവന്നതാണ്. അതുപോലും സക്സസ് ആയിട്ടില്ല. ഈ പറഞ്ഞ പോലെ UN-ൻ്റെ ബേസിൽ വരുന്ന ഇത്തരം പ്രോട്ടോക്കോൾസും ട്രീറ്റീസും ഒന്നും ഈ ലീഗലി ബൗണ്ടഡ് അല്ല. ഈ 197 അംഗരാജ്യങ്ങളും ഇതിലെല്ലാം ഒപ്പിടുന്നതാണ്. പക്ഷേ ഏത് സമയത്തും അവർക്ക് പുറത്തു പോകാം. ഇതിനോട് ലീഗലി അതിന് കമ്മിറ്റഡുമല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇത്തരം UN-ൻ്റെ ഫ്രെയിംവർക്കിലാണെന്നെങ്കിൽ പോലും അതിൻ്റെ സ്വഭാവം അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2015 ട്രംപ് വന്നപ്പോൾ ഞങ്ങളിവിടെ കാലാവസ്ഥ മനുഷ്യനുണ്ടാക്കുന്നതല്ല, ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പും പുള്ളി പറഞ്ഞ കറക്റ്റാണ്, മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായത് മനുഷ്യ സൃഷ്ടിയല്ല, ഗ്ലോബൽ കൂളിംഗ് നടക്കുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അത് എന്താ എത്ര തലതിരിഞ്ഞ ബോൾസനാരോ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ആഫ്രിക്കയിൽ മറ്റേ ബ്രസീലിലെ കാടുകൾ, ആമസോണിൽ എന്ത് വേണം ഞങ്ങൾ ചിലപ്പോൾ മരം വെട്ടും, ഞങ്ങളുടെ സമ്പത്താണ്, ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾ തടയേണ്ട കാര്യമൊന്നുമില്ല. അല്ലേ? കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ തന്നെ കറക്റ്റ് ചെയ്യും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ചൂടനുഭവിക്കുന്ന സമയത്ത് പോലും നമ്മൾ യുദ്ധം വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ട്രംപിനെ ഓർക്കുന്ന പോലെ ഇപ്പം ചൂട് വരുമ്പോഴും മഴ വരുമ്പോഴും ട്രംപിനെ ആലോചിക്കണം എന്ന നിലയിലാണ് രാഷ്ട്രീയം ആഗോള രാഷ്ട്രീയം എത്രമേൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. സാർ, ഇതിനിടയിൽ ഞാൻ ചോദിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ എൽ നിനോ. എപ്പോഴും ഇപ്പം ഞാനതിനെപ്പറ്റി കുറച്ച് വായിച്ചൊക്കെ ഒരു സാമാന്യ ധാരണ ഞാൻ എടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണല്ലോ, എന്താണ് ഈ എൽ നിനോ? ഇപ്പോൾ കൂടുതൽ ഇത് കേൾക്കാൻ കാര്യം എന്താണ്? നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ എൽ നിനോ ആണ് ഈ വർഷം വരാൻ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. എന്താണ് എൽ നിനോ പ്രതിഭാസം? അതുപോലെ അത് ശരിയാണോ? ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചൂടാണോ ഈ ഒരു വർഷം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ ഏതോ ഒരു 10 കൊല്ലത്തിനിടയിൽ മഹാരാഷ്ട്രയിലെ വരൾച്ച
അവിടുത്തെ കർഷകനെയൊക്കെ ഏറ്റവും കാര്യമായി ബാധിച്ചത് ഈ എൽനിനോ പ്രതിഭാസം വന്നപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്നതാണോ പറയുന്നത്? അതെ. 2024 ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ. കഴിഞ്ഞ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ കഴിഞ്ഞ 150 വർഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഒരു വർഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചൂട് കുറഞ്ഞ കാര്യവും ഞാൻ പറഞ്ഞല്ലോ. ഈ 2024 ഏറ്റവും ചൂട് കൂടാൻ ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ എൽനിനോയാണ്. 2024 ഒരു എൽനിനോ വർഷമായിരുന്നു. സാർ ഇത് പറഞ്ഞപ്പോഴും വരൾച്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ നമുക്ക് ഷോർട്ട് മെമ്മറിയാണ്. ഈ മഹാരാഷ്ട്രയിലെങ്ങും പോകണ്ട. 2015, 16 എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വരൾച്ചാ കാലഘട്ടമായിരുന്നു. ബാക്ക് ടു ബാക്ക് ഡ്രൗട്ട്സ് ആയിരുന്നു. 2015 ഡ്രൗട്ടായിരുന്നു, 2016 ഡ്രൗട്ടാണ്. 2 വർഷം ആ സമയത്താണ് നമ്മൾ പറഞ്ഞത് കേരളം മരുഭൂമിയായിട്ട് മാറും. വയനാട് ജില്ലയൊക്കെ ഈ മയിലിനെ കണ്ടു തുടങ്ങിയപ്പോൾ മരുഭൂമിയായിട്ട് മാറും. അത് അങ്ങനെയുള്ള അതിനുശേഷമാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ ബസ്സിൻ്റെയും പുറകിൽ ഈ ഓരോ തുള്ളിയും കാക്കയുടെ പടവും കുടത്തിൻ്റെ പടവും ഒക്കെ വെച്ചിട്ട് ഓരോ തുള്ളി വെള്ളവും പ്രധാനപ്പെട്ടത്. അതിനുശേഷം നമുക്ക് കുറച്ച് അതിതീവ്ര മഴ കിട്ടിയതുകൊണ്ട് ഈ വരൾച്ചയുടെ കാര്യം നമ്മൾ പ്രളയത്തിനെ പറ്റി പിന്നെ നമ്മൾ പ്രളയത്തെ പറ്റിയാണ്. അത് നമ്മുടെ ഒരു അതെ. നമ്മുടെ ഈ പോളിസിയിലൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ്. സാറ് റൈറ്റായിട്ടാണ് പറഞ്ഞത്. അത് 2024 ഒരു എൽനിനോ വർഷമായിരുന്നു. ഇപ്പോൾ എൽനിനോ വരുന്ന അവസരങ്ങളിൽ സംഭവിക്കുന്നത് ഇത് പസഫിക്കിൽ, ഈസ്റ്റേൺ പസഫിക്കിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. സമുദ്രത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അവിടുത്തെ സമുദ്ര താപനില ഈ പെറുവിയൻ കോസ്റ്റിൻ്റെയും സൗത്ത് അമേരിക്കൻ കോസ്റ്റിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ള സമുദ്ര താപനില അവിടെ പൊതുവെ ചൂട് കുറഞ്ഞ സമുദ്രമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫിഷ് ക്യാച്ചും ഫിഷ് പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതൽ നടക്കുന്നത് അവിടാണ്. അവിടാണ് ഈ പറഞ്ഞ പോലെ അവിടെ സംസാര ഭാഷ സ്പാനിഷൊക്കെ ആയിരിക്കും. അപ്പം അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആണ് ആദ്യത്തിൽ ഈ എൽനിനോ എന്ന് പറയുന്ന എവരി 2 to 7 ഇയർ പീരിയോഡിസിറ്റിയിൽ ഈ ഒരു പ്രതിഭാസം വരുന്നത് നോട്ടീസ് ചെയ്തത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ്. അതുകൊണ്ട് അത് എവരി ഒരു പാരമ്പര്യമായ അതെ, അത് ഇൻഡിജനസ് നോളജാണ്. അപ്പം എവരി ഒരു ഡിസംബറിനോട് അടുപ്പിച്ചാണ് ഇത് പീക്ക് ചെയ്യുന്നത്, എൽനിനോ പീക്ക് ചെയ്യുന്നത്, വാർമിങ്. ആ സമയത്ത് സംഭവിക്കുന്നത് കടൽ വെള്ളം ചൂട് പിടിക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ അറബിക്കടലിൽ ചൂട് പിടിക്കുമ്പോൾ മത്സ്യസമ്പത്ത് കുറയുന്നതും മത്സ്യങ്ങൾ വേറെ തണുപ്പ് സ്ഥലങ്ങളിൽ കയറിപ്പോൾ എന്ന് പറഞ്ഞ പോലെ എവരി 2 to 7 ഇയർ ഇങ്ങനെ ഒരു പ്രതിഭാസം സംഭവം. അത് ഈ സമുദ്ര മലിനീകരണം കൊണ്ട് സംഭവിക്കുന്നതാണോ അല്ലെങ്കിൽ അല്ല, അത് നാച്ചുറലാണ്. നേരത്തെ പറഞ്ഞ നാച്ചുറലായിട്ട് അത് ഒരു പക്ഷേ അങ്ങനെ നടന്നില്ലെങ്കിൽ ഈ പസഫിക്കൊക്കെ കണ്ടമാനം ചൂടാകും. അപ്പം ഈ ചൂട് റിലീസ് ചെയ്യാനുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഈ സമുദ്രജല പ്രവാഹം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ട്രോപ്പിക്സിൽ കൂടിയ സമുദ്രജലത്തെ പോളാർ റീജിയനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നാച്ചുറലായിട്ടുള്ള പ്രശ്നം. അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് നടക്കുന്ന ഒരു ഇതാണ് എൽനിനോ, ലാനിന എന്ന് പറയുന്നത്. ലാനിന അതിൻ്റെ ഓപ്പോസിറ്റ്, കൂൾ ചെയ്യുന്ന, അബ്നോർമലായിട്ട് കൂൾ ചെയ്യുന്നത്. അപ്പോൾ എൽനിനോ നടക്കുന്ന സമയത്ത് ഇതാണ് സംഭവിക്കുന്നത്. അവിടുത്തെ സമുദ്ര താപനയോടും മത്സ്യസമ്പത്ത് കിട്ടില്ല. അതോടൊപ്പം തന്നെ അവിടെ വലിയ മഴയും പേമാരിയൊക്കെ ആയിട്ട് മാറും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡ് അവിടെ ഈസ്റ്റേൺ പസഫിക്കിൽ അത് നടക്കും, വെസ്റ്റേൺ പസഫിക്കിലും അല്ല ഇന്ത്യൻ ഓഷ്യനിലും നേരെ വിപരീതം. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ്. ഈ എൽനിനോ നടക്കുന്ന സമയത്ത് ഈ ഒരു സർക്കുലേഷൻ ഉണ്ട്. അവിടുന്ന് ഒരു ഈസ്റ്റ് വെസ്റ്റ് ആയിട്ടുള്ള ഒരു സർക്കുലേഷൻ കാരണം അവിടെ കൂടുതൽ മഴ കിട്ടും. അതിൻ്റെ പാർട്ടായിട്ട് മഴ കുറയുന്ന സംഭവം, അതായത് ഈ മുകളിൽ നിന്ന് താഴോട്ടുള്ള വായു പ്രവാഹം ഇപ്പുറത്തെ സൈഡിൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് പൊതുവെ ആ സമയത്ത് മഴ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ സമുദ്രത്തിൽ നടക്കുന്ന ഒരു പ്രവണതയാണെങ്കിലും ത്രൂ അറ്റ്മോസ്ഫിയർ അത് നമ്മുടെ ഇന്ത്യൻ റീജിയനെ മാത്രമല്ല, എൽനിനോ നടക്കുന്ന സമയത്ത് ഓസ്ട്രേലിയ എല്ലാ ഗ്ലോബൽ ഈ വെതർ സിസ്റ്റത്തെയും ഡിസ്റ്റർബ് ചെയ്തത്, വെതർ പാറ്റേൺ ഒക്കെ നോർമലായിട്ടുള്ളതെന്നൊക്കെ മാറ്റും. അപ്പോൾ അതുകൊണ്ട് ആഗോളതലത്തിൽ തന്നെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിഭാസമാണ് എൽനിനോ. അതുകൊണ്ടാണ് ആഗോളതലത്തിൽ 2024 ഏറ്റവും ചൂട് കൂടിയ വർഷമായത്. ഇപ്പോഴും ഒരു എൽനിനോ സാഹചര്യം പ്രവചിക്കുന്നതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കുക 2026 എൽനിനോ ആകാതെ തന്നെ നമ്മൾ ഇത്രയും ചൂട് അനുഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എൽനിനോയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷേ 2024 മേളിലേക്ക് പോകുന്ന ഒരവസ്ഥയിലെത്തിയേനെ. അതോടൊപ്പം തന്നെ എൽനിനോ എന്ന് പറഞ്ഞാൽ സൂപ്പർ എൽനിനോ എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്. അപ്പോൾ അടുത്ത സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞു 2 മുതൽ 7 വർഷം വരെയുള്ള ഒരു പീരിയോഡിസിറ്റിയിലാണ് എൽനിനോ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്. പക്ഷേ ഇപ്പം കണ്ടുവരുന്നത് ഇപ്പം 2024 എൽനിനോ ആയിരുന്നു, ഈ വർഷം വീണ്ടും 2 വർഷത്തിനുള്ളിൽ തന്നെ അടുത്ത എൽനിനോ വരുന്നു. അപ്പോൾ ഒരു ഫ്രീക്വൻസി കൂടുന്നതായിട്ടും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതായിട്ടും. അപ്പം കഴിഞ്ഞ ഒരു 30 വർഷം എടുത്തു കഴിഞ്ഞാൽ 1997 ഒരു സൂപ്പർ എൽനിനോ വന്നു. ആ വർഷവും വലിയ ചൂട് കൂടിയ വർഷമായിരുന്നു. 2015, 16 സൂപ്പർ എൽനിനോ ആയിരുന്നു. അപ്പോൾ 20 വർഷം ആ ഒരു ഗ്യാപ്പിൽ എൽനിനോന്റെ പിന്നാലെ മറ്റൊരു സൂപ്പർ എൽനിനോ വന്നു. അപ്പോൾ 2026, 27 ഒരു സൂപ്പർ എൽനിനോ ആണ് പ്രവചിക്കപ്പെടുന്നത്. അപ്പം
ആ സമയത്താണ് നമ്മുടെ മൺസൂൺ വരുന്നത്. ഇപ്പം മെയ് കഴിഞ്ഞ് ജൂണിലാണ് ഇത് വരാനുള്ള സാഹചര്യം പറയുന്നത്. അപ്പോൾ അപ്പോഴത്തേനും നമ്മുടെ മൺസൂൺ മഴ വരും. ആ മഴയായിരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത്. ഏറെക്കുറെ ഇന്ത്യ ഓൾറെഡി തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത മൺസൂൺ സീസണിന് വേണ്ടിയുള്ള പ്രവചനം തന്നെ 92% കുറച്ചു. നമുക്ക് കിട്ടേണ്ട 100% മഴയിൽ 92% മഴയെ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഈ പ്രവചനങ്ങളുടെയൊക്കെ പ്രശ്നം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പ്രവചിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ ഈ അന്തരീക്ഷ ഊഷ്മാവ് വല്ലാതെ വന്ന് ചൂട് പിടിച്ച് ചിലപ്പോൾ ഈ പറഞ്ഞ മിനി ക്ലൗഡ് ബേസ്റ്റുകൾ പോലുള്ള ഇത് വരുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാതെ പറ്റില്ല. കാലാവസ്ഥാ പ്രവചനം തന്നെ അസാധ്യമായി. പണ്ട് ഞങ്ങൾ കളിയാക്കി കാലാവസ്ഥാ പ്രവചനക്കാരെ പറഞ്ഞ പോലെ അവർ ഇന്ന് മഴയാണെന്ന് പറഞ്ഞാൽ വെയിലായിരിക്കും അല്ല, എന്നൊക്കെ നമ്മൾ ആ ഒരു ഇത് മാറിയിട്ടുണ്ട്. ആ അതിപ്പം നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയി. സ്പെസിഫിക് ആയിട്ട് ഇപ്പം സീ ഹെഡിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളും അതിനുശേഷം രാജനോടൊക്കെ ചോദിച്ചാൽ അറിയാം, നമ്മൾ കൊടുക്കുന്ന ആക്ഷനബിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. ഒരു accuracy ഒക്കെ. അത് ഇനി അടുത്ത പ്രശ്നം. അതായത് ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ഈ സർവകലാശാലകൾ ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇപ്പം ഈ കഴിഞ്ഞ സന്ദർഭത്തിൽ അങ്ങ് സൂചിപ്പിച്ച പോലെ നമ്മൾ സി ഹെഡൊക്കെ ആയിട്ട് ചേർന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി കോർപ്പറേഷനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞൊരു MOU ഒക്കെ സൈൻ ചെയ്ത് പക്ഷേ മുമ്പോട്ട് പോയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർവകലാശാലയിൽ ഈ പഠനം നടന്നുകൊണ്ട് സാധാരണ മനുഷ്യന് ഇതിൻ്റെ പ്രയോജനം ലഭിക്കണമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? എങ്ങനെ നമുക്കിതിനെ ഇത് രണ്ടും കൂടി ഒരുമിച്ചാൽ എന്തായിരിക്കും അതിലൊരു ഡിഫറെൻറ്റ് ടോൺ എന്തായിരിക്കും? അല്ലാതെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യകതയാണ് ചൂണ്ടിക്കാണുന്നത്. കാരണം ഈ സർവകലാശാലകളിൽ നടക്കുന്ന ഗവേഷണങ്ങൾ അത് മനുഷ്യന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറുന്നില്ലെങ്കിൽ ആ ഗവേഷണം ഒരു ലാബിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു പ്രവർത്തനം. EMS സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന സർവകലാശാലയിലെ പേപ്പറുകൾ റിസർച്ചും മനുഷ്യന് ഉപകാരപ്രദമായിട്ട് ആകണം, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ളത് EMSൻ്റെയും കൂടി ആശയമായിരുന്നു. നമ്മുടെ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ വികസന സെമിനാറൊക്കെ നടക്കുമ്പോൾ. പറഞ്ഞോളൂ സാർ. അല്ല, അതിനുശേഷം ഞാൻ യൂണിവേഴ്സിറ്റി വന്നിട്ട് അധിക സമയമായില്ല. പക്ഷേ ഐ ട്രൈ ടു എന്താ പറയുക, ഈ നമ്മുടെ ഈ കാലാവസ്ഥാപരമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഈ ആഗോളതലത്തിലുള്ള കുറേ പൊളിറ്റിക്സ് നമ്മൾ പറഞ്ഞു. പക്ഷേ ആഗോളതലത്തിലാണ് ഇതിന് മിറ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ലഘൂകരണം വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രംപും നമ്മുടെ മോഡിജിയും ഒക്കെ വിചാരിക്കണം. നമുക്കതിൽ നമ്മുടെ നിയന്ത്രണത്തിലുമല്ല, അവരാരുടെയും നിയന്ത്രണത്തിലല്ല. പക്ഷേ നമുക്കിതിൽ നിന്ന് ഒളിച്ചോട്ടമില്ല. അതിലാണ് നമുക്ക് പ്രശ്നം കിടക്കുന്നത്. കാരണം ഇതിൻ്റെ തിക്തഫലങ്ങളെല്ലാം അനുഭവിക്കുന്നത് പ്രാദേശികമായിട്ടുള്ള ജനസമൂഹങ്ങളും ഇതിലൊട്ടും കോൺട്രിബ്യൂട്ട് അവിടെയാണ് അതിൻ്റെ വൈരുദ്ധ്യം കിടക്കുന്നത്. ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ അത് ഗ്ലോബലി ആയാലും, ഗ്ലോബൽ സൗത്തിൻ്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ലോക്കലി ആയാലും ഇതിലൊന്നും ഒരു തരത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത തദ്ദേശീയ ജനവിഭാഗങ്ങളെയാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം തന്നെ നോക്കൂ സാർ, നമ്മുടെ കഴിഞ്ഞ ദിവസം സൂര്യതാപം ഏൽക്കുന്നത് KSEB ജീവനക്കാരനാണ്. കൊച്ചി കപ്പൽശാലയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കരാർ ജീവനക്കാരൻ പണിയെടുക്കുന്നത് ഈ പറഞ്ഞ പോലെ അവിടെ യാതൊരുവിധ മരവും ഒന്നും അല്ല. കാരണം അങ്ങനെ ഷേഡുകൾ വെക്കാൻ പറ്റുന്നതല്ല. സൂര്യൻ നേരെ ഈ പറഞ്ഞ എല്ലാ അൾട്രാവയലറ്റ് റേസും അടിക്കുന്നത് അവിടെയൊക്കെ ആണെങ്കിൽ ഈ ബ്ലാസ്റ്റിംഗ്, കപ്പലിൻ്റെ ഒക്കെ ബ്ലാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലാതെ തന്നെ ചൂട് കൂട്ടുകയും പൊടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന, ഇതിനിടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി, പുറത്തു പോയി നമ്മുടെ മാലിന്യ ശേഖരണം ഉൾപ്പെടെ ചെയ്യുന്ന തൊഴിലാളി, മഴക്കാലത്ത് നമ്മൾ വേസ്റ്റ് കിറ്റ് വലിച്ചു കെട്ടി കാനലേക്ക് എറിയുമ്പോൾ അതിൻ്റെ ബ്ലോക്കിൽ പോയി നിന്ന് പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളി. അപ്പോൾ സത്യത്തിൽ നമ്മുടെ അവിടെയുണ്ടൊരു ഡിവൈഡ്. നമ്മൾ വീടിനകത്ത് കയറി ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ പാവപ്പെട്ട മനുഷ്യരെല്ലാം റോട്ടിൽ നിന്ന് ഇതിനെല്ലാം നേരിടുകയാണ്. നമുക്കിടയിൽ പിന്നെ ഒരു ഡിവൈഡ്, സൗത്തിനിടയിൽ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്ന് പറഞ്ഞ പോലെ സൗത്തിൽ തന്നെ ഉള്ള തൊഴിലാളിയും സാധാരണക്കാരനും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരും തമ്മിലുള്ള ഒരു ഡിവൈഡ് ഉണ്ട്. അതിനെ കുറയ്ക്കാൻ ഈ പറഞ്ഞ അല്ലേ, അതിനേക്കാളും അതാണ് റൈറ്റായിട്ട് ഞാനത് അതിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കാലാവസ്ഥാ വ്യതിയാനം ലോക്കലി റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവിടെയാണ് ഈ പറഞ്ഞ പോലെ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ഈ ഒരു സോഷ്യൽ പ്രോബ്ലമായിട്ട് മാറുന്നത്. ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ സാറ് മുമ്പേ സൂചിപ്പിച്ച പോലെ ഫോർ എക്സാമ്പിൾ ഹീറ്റ് വേവ്സ്. അപ്പോൾ ഹീറ്റ് വേവ്സ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് AC-യിലാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു തൊഴിലാളി വർഗം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ഈ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ആക്സസ് ഇല്ല. തൊഴിലാളികൾ പോട്ടെ, ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും
നല്ല പ്രോപ്പറായിട്ടുള്ള AC അല്ലെങ്കിൽ വെന്റിലേഷനോ ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഒരു കാലാവസ്ഥാപരമായിട്ടുള്ള അനീതിയുടെ പ്രശ്നം കിടക്കുന്നത്. ഒരു ക്ലൈമറ്റ് ഇൻജസ്റ്റിസ്, കാലാവസ്ഥ അനീതി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ണറബിലിറ്റിയുമായിട്ട് ഏറ്റവും വണ്ണറബിളായിട്ടുള്ള പോപ്പുലേഷനെയാണ് ഇതിൻ്റെ തിക്തഫലങ്ങൾ. അത് ഗ്ലോബലി ആയാലും ഗ്ലോബൽ സൗത്ത് ആയാലും നമ്മൾ ലോക്കലി വരുമ്പോഴും നമ്മൾ അറിയാമല്ലോ, എറണാകുളം സിറ്റി സാറ് മേയറായിട്ടിരുന്ന ആളല്ലേ, സാറിനറിയാമല്ലോ, അത് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പം അഫക്റ്റഡ് ഏരിയ, ഞാൻ പേര് പറയുന്നില്ല, സാറിനറിയാമല്ലോ, പേര് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഫ്ലഡ് വരുമ്പോൾ അതാണ് സംഭവം. ഈ വാട്ടർ ചോക്കിങ്ങും അല്ലെങ്കിൽ ഈ സീപ്പേജ് വാട്ടറും ഡ്രിങ്കിങ് വാട്ടറും സർഫ് വാട്ടറും എല്ലാം മിക്സായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ മൊത്തവും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ്. അതോടൊപ്പം തന്നെ ഹീറ്റ് വേവ്സ്, അത് ഞാൻ ഒരു ചാനലിൽ അടുത്ത സമയത്ത് ഇൻ്റർവ്യൂ പറഞ്ഞതാണ്. നമ്മുടെ അർബൻ സിറ്റി ആയതുകൊണ്ട് ഈ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ് ഏറ്റവും കൂടുതൽ ഇനിയും ഫോക്കസ് ചെയ്യേണ്ടത് അർബൻ ഏരിയാസിലാണ്. നമ്മുടെ പ്രത്യേകിച്ച് കേരളം എന്ന് പറഞ്ഞാൽ റാപ്പിഡായിട്ടുള്ള അർബനൈസേഷനിലേക്ക് പോയിക്കൊണ്ട് അർബൻ റൂറൽ ഡിവൈഡ് കുറഞ്ഞു വരികയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഓരോ അർബൻ ഹോട്ട്സ്പോട്ടിൽ നിന്നും നോർത്ത് സൗത്ത് ഡെവലപ്പ് ചെയ്യുന്നു, ഈസ്റ്റ് വേർഡ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ നോർത്ത് സൗത്ത് ഓൾറെഡി കോസ്റ്റൽ റീജിയൻ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. ഇനിയുള്ള ഒരു ലാൻഡ് എന്ന് പറയുന്നത് ഈസ്റ്റ് വേർഡാണ്. പണ്ട് ഈവൻ ഇപ്പം നമ്മൾ ഈ അതിതീവ്ര മഴ കാരണം ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. ഈ മലമുകളിലുള്ള ആൾക്കാർ ലാൻഡ് സ്ലൈഡും ഒക്കെ കാരണം താഴോട്ട് ഇറങ്ങി വരികയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും പോവുകയാണ്. അപ്പം അർബൻ ഏരിയ ഈസ്റ്റ് വേർഡും എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഇതൊരു വലിയ പ്രഷറാണ്. ഞങ്ങൾ അർബൻ കമ്മീഷനിൽ ഇതെല്ലാം വെച്ച് നോക്കിയിരുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സെൻറ്ററിനെ കൊണ്ട് എന്താണ് ഡോക്ടർ കൃഷ്ണമൂർത്തി, ഞാനതിൽ അതെ, അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചൊരു കാര്യം അതാണ് ഈസ്റ്റ് വേർഡ് പുഷിൻ്റെ അപകടങ്ങൾ. കാരണം ഈസ്റ്റ് വേർഡ് പുഷ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗാഡ്സിലേക്കുള്ള പുഷ് വരികയാണ്. അതുണ്ടാക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം തന്നെ നമ്മൾ ചൂരൽമല ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. കണ്ടിന്യൂ ചെയ്തോളൂ സാർ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി അല്ലേ ലോക്കൽ ബോഡീസ് ഗൗരവപരമായിട്ട് ഇടപെടേണ്ട, പ്രത്യേകിച്ചും ഈ അർബൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അർബൻ ക്ലൈമറ്റ് റെസിലിയൻറ്റ് അതോറിറ്റി അങ്ങനെ ഉള്ള സ്കീമിലേക്കൊക്കെ പോകേണ്ട സമയം ഒരു പോളിസി ലെവലിൽ ഇതിപ്പം നമ്മളിപ്പം നടക്കുന്ന കാലാവസ്ഥ അനുരൂപീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ മെഷേഴ്സ് അല്ലെങ്കിൽ റെസിലിയൻസ് മെഷേഴ്സ് ഇതൊന്നും അഡ്ഹോക്കായിട്ട് നടക്കുന്നത്. അപ്പോൾ സാറിൻ്റെ നേതൃത്വത്തിൽ എനിക്കറിയാം, എനിക്ക് തോന്നുന്നു സാറ് മേയറായിട്ട് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളും, എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു 10-20 മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ അർബൻ കമ്മീഷനിലും ഞാനും പാർട്ടായിരുന്നു, അതിൻ്റെ ക്ലൈമറ്റ് പാർട്ട് ഞാനാണ് ചെയ്തു കൊടുത്തത്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഈ അക്കാഡമിക് കമ്മ്യൂണിറ്റി കോർപ്പറേഷനുമായിട്ട് അത് സാറിൻ്റെ തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് സംഭവിച്ചാണ്. പക്ഷെ അതിനുശേഷം അതാണ് ഒരു കണ്ടിന്യൂറ്റി, അത് വേറൊരു വിഷയമാണ്. തുടങ്ങി വെച്ച കണ്ടിന്യൂറ്റി ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കമ്മീഷൻ ഇങ്ങനെയൊക്കെ വേണം കേരളത്തിൽ നിന്ന് സജസ്റ്റ് ചെയ്ത്. ഞാനതിൽ പറയുന്നൊരു കാര്യം സാർ, എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് വന്നൊരു കാര്യം റോയൽ എസ്കോണിക്സ് എന്ന് പറയുന്നത് നമ്മുടെ നെതർലാൻഡ്സിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവർ ഡച്ചുകാരാണല്ലോ ഇതിൽ ഏറ്റവും, നമ്മൾ ഈ പ്രളയം വന്നതിന് ശേഷം ഈ ഡച്ച് കാരായിട്ടുള്ള ഇപ്പം തന്നെ ഈ പമ്പ ബേസിൻ പഠനമൊക്കെ അവരാണ് നടത്തിയതല്ല, അവർക്ക് ഈ സമാനമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു പഠനം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അന്നത്തെ കളക്ടർ രേണുരാജനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ റോയൽ എസ്കോണിക്സ് ചെയ്ത അതിൽ കുട്ടികൾ മിക്കവാറും നമ്മുടെ IIT-യിലൊക്കെ കുട്ടികളായിരുന്നു. അപ്പോൾ അവർ ഈ പ്രളയത്തിന് ശേഷം പഠിച്ചപ്പോൾ അവർ പറയുന്നത് റെയിൻഫോൾ പാറ്റേൺ മാറുകയാണ്. സാറിപ്പോൾ നേരത്തെ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നു എന്ന് പറയുന്നില്ലേ, പണ്ട് എറണാകുളം സൗത്ത് നമ്മൾ പ്രവചിക്കുന്ന ഒരു സ്ഥലം എറണാകുളം സൗത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കൂടുതൽ റെയിൻഫോളും പലപ്പോഴും വെള്ളക്കെട്ട് എടപ്പള്ളി ഞങ്ങളുടെ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരികയാണ്. നേരത്തെ ഈസ്റ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ പോലെ സിറ്റി പലപ്പോഴും ഇപ്പം കണ്ടില്ലേ, കളമശ്ശേരി ടോള് മുങ്ങുന്ന കണ്ടില്ല, ഒരു മഴ 2018 പ്രളയത്തിൽ പോലും ടോളിൽ വെള്ളം. അതെ, അപ്പോൾ ഈ മഴയ്ക്ക് വരുന്ന മാറ്റങ്ങൾ ഒരു 10-50 കൊല്ലത്തേക്ക് എടുത്താൽ മഴ എങ്ങനെയൊക്കെ മാറാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത വെച്ച് ഏതൊക്കെ സ്ഥലത്ത് കൂടുതൽ മഴ പെയ്യാം, എങ്ങനെ നമ്മളതിനെ ടാക്കിൾ ചെയ്യണം, ഇങ്ങനെയുള്ള പഠനങ്ങൾ വളരെ ശക്തമായി നടത്തുകയും അതിന് കഴിയുന്ന വിധത്തിലൊരു ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ അത് ഉണ്ടാക്കലല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഈ കനാൽ റിജുവനേഷൻ പ്രോജക്റ്റ് പോലും എന്നെ താല്പര്യപ്പെടുത്തിയൊരു കാര്യം, പണ്ട് നമ്മുടെ കനാലുകളിലേക്ക് ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത്
ഈ പേരണ്ടൂർ കനാൽ അല്ലെങ്കിൽ ചെങ്ങാടംപോക്ക് തോട് എല്ലാ ഇപ്പോൾ എടപ്പള്ളി കനാൽ കളമശ്ശേരിയുമായിട്ട് ടച്ച് ചെയ്ത് കിടക്കണം. അപ്പോൾ മഴക്കാലത്ത് നമ്മുടെ വെള്ളം ഒഴുകിപ്പോകാനും വേനൽക്കാലം ആകുമ്പോൾ തിരിച്ച് ഉപ്പുവെള്ളം വന്ന് നമ്മുടെ അന്നത്തെ കാലത്ത് പാടങ്ങളൊക്കെ ശുദ്ധീകരിച്ചിട്ട് ഉപ്പുവെള്ളം വന്ന് തിരിച്ചു പോവുക, ആ പ്രോസസ്സ് നടക്കുന്നില്ല. അപ്പോൾ കനാൽ റീജുവനേഷൻ്റെ പഴയ ലിത്തോ മാപ്പ് അനുസരിച്ചിട്ടുള്ള വീതി വന്ന് ഇനിയിപ്പോൾ അതൊക്കെ വീടുകളൊക്കെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. പക്ഷേ കഴിയുന്നത്ര ഒരു വീതി വരികയും സ്യൂവേജ് ലൈൻസ് ഇങ്ങോട്ട് വന്ന് മോശമാക്കാതെ വെള്ളം മോശമാക്കാത്തൊരു സ്ഥിതിയും സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ വെള്ളം ഒഴുകിപ്പോകാനുള്ള, നമ്മുടെ ഭൂമി ഒരുക്കി തന്ന ഒഴുകിപ്പോകാനുള്ള സൗകര്യങ്ങളെങ്കിലും ശാസ്ത്രീയമായി നമുക്ക് പുനഃസ്ഥാപിക്കാനുള്ളൊരു സൗകര്യങ്ങൾ നമുക്ക് വരും എന്ന്. അതിൽ ഒരു കാര്യം കൂടി എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഞാൻ ഈ പറഞ്ഞ ഈ ഡച്ച് ഇടപെടലുകൾ, ഞാൻ ഈ സിസ്റ്റർ സിറ്റി റിലേഷൻസ് ഉണ്ട് ഇന്ത്യ ഗവൺമെൻറ് 6 നഗരങ്ങളെ സെലക്ട് ചെയ്തിട്ട് നമ്മളെ അന്ന് ഒരു ഇറ്റാലിയൻ നഗരമായിട്ടാണ് മെസ്സീനി എന്ന് പറയും നമ്മളെ കണക്ട് ചെയ്ത്. ഞാനന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് റോട്ടർഡാമാണ്. പക്ഷെ അവരുടെ ഈ പറഞ്ഞ പല പൊളിറ്റിക്കൽ കാര്യങ്ങൾ പലതും വരുമല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ 6 നഗരങ്ങളുള്ളപ്പോൾ മറ്റു പല നഗരങ്ങളും അവർക്ക് കുറച്ചുകൂടി താല്പര്യമുള്ള നഗരങ്ങളാണ്. ഇപ്പോൾ എന്നാലും അവർ, ഞാൻ മേയറായിരിക്കുമ്പോൾ തന്നെ അവർ ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാനിന് പണമൊക്കെ തന്നിരുന്നു. പിന്നീട് അത് സാറ് പറഞ്ഞ പോലെ ഉപയോഗിച്ചോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ DPR ഒക്കെ കൊടുത്താലേ നമുക്ക് പണം കിട്ടുള്ളൂ. അതെ അതെ, ശ്രീ രാജമാണിക്യം IAS ആണ് അതിൽ നല്ലൊരു ഇനീഷ്യേറ്റീവ് എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ റോട്ടർഡാമിലെ മേയറുമായിട്ട് എന്നിട്ട് പിന്നീട് ഒരു മീറ്റിംഗ് ഡച്ച് എംബസി വഴി, ഇപ്പോൾ ഓൺലൈനിലൊക്കെ നമുക്ക് സംസാരിക്കാമല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനിൽ കണ്ടൊരു കാര്യം, അന്ന് അവരുടെ എല്ലാ ബസ് സ്റ്റോപ്പുകൾ, എല്ലാ ബസ് സ്റ്റാൻഡുകൾ, വലിയ ബസ് സ്റ്റാൻഡുകൾ, കെട്ടിടങ്ങൾ, ഇതിൻ്റെ എല്ലാം മുകളിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയണോ, അതായത് നമ്മൾ അർബൻ ഈ ഫോറസ്ട്രി എന്നും അർബൻ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞ പോലെ ഗ്രീൻ റൂഫ്സ് എല്ലാ എവിടെയൊക്കെ പച്ചപ്പ് നിലനിർത്താൻ പറ്റും അവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനിൽ അവർ പറയുന്നൊരു കാര്യം, എന്തായാലും ഇവിടെ വെള്ളമാണ്, മഴ പെയ്യും. അപ്പോൾ ആ വെള്ളം നമ്മുടെ ജീവിതത്തിന് ബുദ്ധിമുട്ട് കുറച്ച് പരമാവധി പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധത്തിൽ, ഞാൻ തന്നെ അതിനുശേഷം മേയറായിരിക്കുമ്പോൾ തന്നെ കണ്ടൊരു കാഴ്ചയായിരുന്നു. ഇതേപോലൊരു പഠനത്തിൽ WRI വേൾഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ പറഞ്ഞൊരു കാര്യമാണ്. അവർ പഠിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ സുഭാഷ് പാർക്ക് ഫോർട്ട് കൊച്ചി ബ്രിട്ടീഷുകാരുടെ പ്ലാനിങ്ങോടുകൂടി അങ്ങനെ നടന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ ഹീറ്റ് വേവ്സിൻ്റെ എഫക്റ്റ് വളരെ കുറവാണ്, ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. നേരത്തെ നേവിയുടെ കാര്യം പറഞ്ഞല്ലോ, നേവിയുടെ അകത്ത് അങ്ങനെ ഉണ്ട് കേട്ടോ. അവരുടെ മാലിന്യ സംസ്കരണത്തിന് പോലും അന്നത്തെ ഒരു CNCയുടെ ഇടപെടലുകൊണ്ട് വരുത്തിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടാൽ ഇത് കുറയ്ക്കാൻ കഴിയും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. അതായത് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു വേ ഓഫ് ലൈഫ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിലെ മാലിന്യം ഞങ്ങൾ തന്നെ, ഞാൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഞങ്ങൾ തന്നെ വളമാക്കുക, അത് കോർപ്പറേഷനിലേക്ക് കൊടുക്കാതിരുന്ന അത്രയും ഫോസിൽ ഫ്യൂവൽ കത്തിക്കണ്ട. അപ്പം നമ്മുടെ ഒരു വേ ഓഫ് ലൈഫിൽ മാലിന്യം പരമാവധി കുറയ്ക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യുക, കഴിയുന്നത്ര സ്ഥലങ്ങളിൽ ചെയ്യുക, മട്ടുപ്പാവുകളിൽ കഴിയുന്നത്ര പച്ചപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് ഒരു വശത്ത് ഈ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുന്നത് പോലെ തന്നെ ആഗോളതാപനത്തെ കുറേ അതേപോലെ മറ്റൊരു വിഷയമായിട്ട് എടുക്കേണ്ടതാണ്. അതായത് നമ്മുടെ അർബൻ ഡിസൈനിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഇത്തരം ഇടപെടലുകൾ. ലിവിങ് വിത്ത് വാട്ടർ എന്ന് പറഞ്ഞപ്പോൾ അന്ന് വലിയ അത് മുഖ്യമന്ത്രിയെ കളിയാക്കാനാണ് ഉപയോഗിച്ചത്. പക്ഷേ റോട്ടർഡാമും അതേപോലെ നെതർലാൻഡ്സിലൊക്കെ ഈ വെള്ളം അവർക്കറിയാം വെള്ളമാണ്. അപ്പോൾ അവർ റെയിൻഫോൾ ഈ ഗേറ്റ്സ് ഒക്കെ വെച്ച് മാനേജ് ചെയ്യുക. നമ്മൾ ഈ പഴയ UK തൂപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ചെമ്മീൻകെട്ടിലൊക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ പെട്ടിയും പറയും ചെയ്യുന്ന പോലെ മഴവെള്ളത്തെ നിയന്ത്രിച്ച്, കനാൽ വെള്ളത്തെ നിയന്ത്രിച്ച്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നത് ശാസ്ത്ര പിന്തുണയോടുകൂടി തന്നെ, ഇതേപോലെ സർവകലാശാലകളുടെ പിന്തുണയോടുകൂടി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അഡ്രസ്സ് ചെയ്യുന്നതിന് സഹായകരമാകുമോ എന്നതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും. കാരണം എപ്പോഴും ഒരു അക്കാഡമി, ഈ ലോക്കൽ ബോഡി ലിങ്ക്, അല്ലെങ്കിൽ ഒരു ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ പലതരത്തിലുള്ള ഇൻ്റർവെൻഷനും അത്യാവശ്യമാണ്. ഇപ്പോൾ അർബനൈസേഷന് പോകുമ്പോൾ അർബൻ പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി സൊല്യൂഷൻസ് പലതും സാറ് സൂചിപ്പിച്ചു കഴിഞ്ഞു.
അപ്പം അതിൽ നമ്മുടെ ഈ അർബൻ ഡെവലപ്മെൻറ്റിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള എക്കോസിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്തിട്ടുകൊണ്ടാണ്. നമ്മൾ എത്ര വലിയ ഡെവലപ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഉണ്ട്. അതുണ്ട്. അതിൻ്റെ ഒരു എക്കോസിസ്റ്റം സർവീസ് എന്ന് പറയുന്ന ഒരു നമ്മൾ കാണാതെ പോകുന്ന ഒരു അക്കൗണ്ട് ചെയ്യപ്പെടാത്ത ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു വെറ്റ്ലാൻഡ്സ് ആയാലും ഈ അർബൻ ഏരിയയിൽ ബാക്കി നിൽക്കുന്ന വലിയ ഗ്രീനറി ആയാലും ഇതൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ, ഇപ്പം ഹൈവേ ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ എത്രത്തോളം ഹെക്ടർ മരങ്ങളാണ് വെട്ടി നശിപ്പിച്ചത്. അതോടൊപ്പം തന്നെ വെറ്റ്ലാൻഡ്സ് മൊത്തം ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ ഓപ്പൺ സ്പേസസ്. അപ്പോൾ ഇനിയും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഈ ഈ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൽ മറ്റേ ഈ ഹരിത കേരള മിഷൻ്റെ ഈ പച്ചത്തുരുത്ത് പ്രോഗ്രാം അതിൻ്റെ ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. സ്കൂളുകളിൽ സ്കൂൾ റൂഫ് ഞാൻ ഇളമക്കര സ്കൂളിൽ ചെയ്ത സ്കൂൾ റൂഫ്, ജർമ്മൻ സ്കൂൾ റൂഫ് ആൻഡ് റിഫ്ലക്റ്റീവ് റൂഫ്സ്. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ ഇൻ്റർവെൻഷൻ ആണെങ്കിലും ഒരു ഈ റിഫ്ലക്റ്റീവ് റൂഫ്സും കൂൾ റൂഫ്സും ഒക്കെ അല്ലെങ്കിൽ ഇത്തരം ബാക്കി നിൽക്കുന്ന പച്ചത്തുരുത്തുകൾ വീണ്ടും എന്താ കമ്മ്യൂണിറ്റി ലെവലിൽ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഗ്രീൻ പാർക്കുകൾ, വാട്ടർ പാർക്ക് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതായത് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഒഴുകിപ്പോയി പാർക്കിൽ കിടക്കും, പിന്നെ അത് റിക്രിയേഷന് വേണ്ടി യൂസ് ചെയ്യും. SRTC അങ്ങനെ ഒരു കൺസെപ്റ്റ് അവർ പറഞ്ഞാണ് ജർമ്മൻസ്. കാരണം വെള്ളം ഹോൾഡ് ചെയ്യുകയും വേനൽക്കാലത്ത് പാർക്കാവുകയും അല്ലാത്ത സമയത്ത് വെള്ളം യൂസ് ചെയ്യാം. പിന്നെ ഈ അവശേഷിക്കുന്ന ഈ മാംഗ്രൂവ്സ്, നമ്മുടെ വേറെ ഈ കുഫോസുമായിട്ട് ചേർന്ന ഞങ്ങളുടെ ഒരു സ്റ്റഡി ഉണ്ട്. ഈ മാംഗ്രൂവ്സ് ഉള്ളവരിൽ നിന്നും ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് തെർമൽ സ്ട്രെസ് കൂടി വരുന്നത്. അപ്പോൾ ഇത്തരം നമുക്ക് നാച്ചുറലായിട്ടുള്ള ഈ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിസ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ബ്ലൂ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ, അത് വെറ്റ്ലാൻഡ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ അർബൻ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പുതിയ കൺസെപ്റ്റുകൾ, അതൊക്കെ തുരുത്തുകൾ, അതൊക്കെ ഈ പച്ചത്തുരുത്ത് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മംഗളവനമുണ്ട്. അപ്പോൾ ഉള്ളതിനെ സംരക്ഷിക്കുക, വീണ്ടും ഉള്ള ഈ കോമൺ പ്ലേസ്, ഈ പൂൾഡായിട്ടുള്ള ഗ്രീൻ സ്പേസുകൾ, കമ്മ്യൂണിറ്റി ഗ്രീൻ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്ക് ബാക്കിയുള്ള ഈ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ ഡ്രൗട്ടിനെയും ഒരു പരിധിവരെ, ഈ വരൾച്ചയും ഇത് ജലക്ഷാമത്തെ മാത്രമല്ല നമ്മുടെ കുടിവെള്ളത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവർത്തനമൊക്കെ ഇതിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീടിന് ഒരു ഉത്തരവാദിത്വമുണ്ട്, വ്യക്തിക്കുണ്ട്, വീടിന് കമ്മ്യൂണിറ്റിക്കുണ്ട്, ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്, ലോക്കൽ ബോഡിക്കുണ്ട്, പിന്നെ പോളിസി ലെവലിൽ നാഷണൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. ഈ സോളാർ പാനലുകൾ പോലും എനിക്ക് തോന്നുന്നു ഇതിനെ ചൂട് കുറച്ച് അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അത് റിഫ്ലക്റ്റീവ്, കൂടുതലും അബ്സോർബ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിഫ്ലക്റ്റീവ് ആണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. പിന്നീട് അതിൻ്റെ എനർജി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതൊരു വലിയ തോതിൽ അത് പിന്നീട് വരും. ചിലപ്പോൾ ഇതൊക്കെ വലിയ വേസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണം കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ മഴക്കാടുകൾ വെട്ടി മറ്റേ ഡാമുകൾ ആക്കാൻ, അത്തരം ഇതിലേക്ക് പോവാതെ നമുക്ക് ഒരു മറ്റൊരു രൂപത്തിൽ എനർജി ആവശ്യങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. എനർജി സെക്ടറിൽ വലിയ ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. ഇത് മറ്റേ എനർജി എഫിഷ്യൻസി വീടുകളിലായാലും ഓഫീസുകളിലായാലും എല്ലാം എനർജി വേസ്റ്റ് എനർജി ഒത്തിരി പോകുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അതല്ല, താപത്തിലും കാര്യത്തിലും വേസ്റ്റ് ഹീറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ AC നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ആവശ്യത്തിന് വേണ്ടി AC ഇടും, പക്ഷേ അത് അകം തണുപ്പിക്കും, പക്ഷേ പുറം ചൂടാക്കും. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നതിന് പോലും നിയന്ത്രണങ്ങൾ വേണം. അതുപോലെ നാച്ചുറലായിട്ടുള്ള കൂളിംഗ് സിസ്റ്റം ഈ പറഞ്ഞ പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൂടുതലും ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്കൊരു ഇക്വിറ്റി കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ പോളിസി ലെവലിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഒരു ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡിയുടെ മോട്ടോ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ തോതിലുള്ള ഇൻഡസ്ട്രി കൊണ്ടുവരലോ ഒന്നുമല്ല. ലോക്കലി ഉള്ള ആൾക്കാരുടെ ജീവിതം എങ്ങനെ കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് എങ്ങനെ അനുരൂപപ്പെടാം, അതിനുള്ള മാർഗങ്ങളാണ് ഈ കോമൺ പൂളിലൂടെ ഈ ഗ്രീൻ സ്പേസ് കൊണ്ടുവരുന്നതിലൂടെയും ഈ പറഞ്ഞ പോലെ കൂളിംഗ് സിസ്റ്റം. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഹീറ്റ് വേവ്സ് കൂടുന്ന സമയങ്ങളിൽ കൂൾ സ്പേസസ്, ഇപ്പം
മന്ത്രി രാജീവ് കളമശ്ശേരിയിൽ ഒരു AC ബസ് സ്റ്റോപ്പ് കൊണ്ടുവന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചിലപ്പം ഇതെന്താണെന്നുള്ള തോന്നും. പക്ഷേ അതൊക്കെ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സാധാരണക്കാർക്ക് അവിടെ പോയി ഒന്ന് കൂളാകാം. അപ്പം പല സിറ്റീസിലും അതൊക്കെ ഇത് AC വെച്ചിട്ടാണ്. പക്ഷേ AC പോലും വെക്കാതെ അതാണ് ഞാൻ നേരത്തെ കൂൾ റൂഫ് സ്കൂളിന്റെ കാര്യം പറഞ്ഞത്. കൂൾ റൂഫ് AC പോലും അപ്പൊ അത് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് കുട്ടികൾക്ക് മനസ്സിലാവും അതെ എന്താണ് ചൂട്, എന്താണ് അതെ ഇങ്ങനെ ചെയ്താൽ ചൂട് എങ്ങനെ പോകുന്നു കുറയ്ക്കാൻ എന്നുള്ളത്. പറ്റും. അതെ അപ്പോൾ ഏതായാലും സാറിൻ്റെ വിലപ്പെട്ട സമയം എനിക്ക് അതുപോലെ കേൾക്കുന്നവർക്കും എന്താണ് നമ്മൾ നിസ്സാര ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങിയത്, ചൂട് കൂടുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവത്തിൽ നിന്ന് തുടങ്ങി പ്രകൃതിയെ മനസ്സിലാക്കാൻ, എത്ര അപകടകരമായ ഒരു മുനമ്പിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. പക്ഷെ അവിടെയും അതിൻ്റെ രാഷ്ട്രീയം അനാവരണം ചെയ്യപ്പെട്ടെങ്കിലും ഏറ്റവും ആത്യന്തികമായി ഓരോ മനുഷ്യനുമുള്ള ഒരു ഉത്തരവാദിത്വം എന്താണ്, ഓരോ സമൂഹത്തിനുമുള്ള ഉത്തരവാദിത്വം എന്താണ്, പൗരസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്ന് തീർച്ചയായിട്ടും അങ്ങൊരു വഴികാട്ടിയായി നമ്മുടെ ഈ ചർച്ചയിൽ മാറി. ഒരുപാട് നന്ദി. കാരണം എനിക്ക് തോന്നുന്നത് ശാസ്ത്രം ആണല്ലോ നമ്മുടെ എന്നും സമൂഹത്തിൻ്റെ വഴികാട്ടി. അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ വിലപ്പെട്ട സമയം അനുവദിച്ച് തന്നതിന് ഒരുപാട് നന്ദി. കുറേ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിവുകൾ എനിക്കും ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഈ സംഭാഷണം ഉപകാരപ്പെട്ടു. ഒരുപാട് നന്ദി. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാനും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ താങ്കളുടെ മേയറായിരുന്ന സമയത്ത് തുടങ്ങി വെച്ച പല ഈ കാലാവസ്ഥ അനുരൂപീകരണ പ്രവർത്തനങ്ങളും ഒക്കെ ഒരു തുടർച്ച ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാനും ഇതുപോലെ തന്നെ സങ്കുചിതമായി നല്ല രാഷ്ട്രീയം വരാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ മേയറുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളിൽ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഒരിക്കൽ കൂടി നന്ദി സർ. താങ്ക് യു.